किसी को खड़े होने के चांस नहीं है, बैठ के कोऑपरेट करना बनता है। UK പോയൊന്നുമില്ല. Left side, Padmanabha Temple, the world wealthiest temple. ഇടതുവശത്തായി പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കടന്നു പോകുന്നത്. ലോകത്തിലെ സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് 4 കോട്ടകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കിഴക്ക് ഭാഗത്തായിട്ടുള്ള കോട്ട. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് കിഴക്കി കോട്ട എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. പഴവങ്ങാടി ഗണപതി ടെമ്പിൾ. ഇടതുവശത്തായി തിരുവനന്തപുരത്തിന് പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കാണാൻ കഴിയുന്നത്. മിലിറ്ററിയുടെ അധീനതയുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അഷ്ടഗണപതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പഴവങ്ങാടിയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വലതുകാൽ മടക്കി ഇടതുവശത്തേക്ക് തുമ്പിക്കൈ ചരിച്ചിരിക്കുന്ന ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ് പഴവങ്ങാടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിഗ്രഹം. Secretariat, Office of Chief Minister and Ministers. വലതുവശത്തായിട്ട് സെക്രട്ടേറിയറ്റ് ആണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും വകുപ്പുമന്ത്രിമാരുടെ ഓഫീസാണ് വലതുവശത്തായി കാണുന്നത്. ഇത് തിരുവിതാംകൂർ രാജവംശം അവരുടെ മാസത്തിലൊരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിലൂടെ നിർമ്മിച്ച ദർബാറുകളാണ്. 1865 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1869 നിർമ്മാണം പൂർത്തിയായ ഈ ദർബാർ ഹാളിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ ദിവാനായിരുന്ന മാധവറാവു. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് ഇടതുവശത്തായി കടന്നു പോകുന്നത്. ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി സ്ഥാപിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് സ്റ്റാച്യു എന്നാണ് അറിയപ്പെടുന്നത്. ഇടതുവശത്തായി കേരള യൂണിവേഴ്സിറ്റി കോളേജാണ് കാണാൻ കഴിയുന്നത്. 1866 ആരംഭിച്ച കേരള യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണനും ചിത്രകലാകാരനായ രാജ രവിവർമ്മയൊക്കെ പഠിച്ചിറങ്ങിയത് ഇവിടെയാണ്. ലെഫ്റ്റ് സൈഡ് സ്റ്റാച്യു ഓഫ് പട്ടം താണുപിള്ള, ദ സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഇടതുവശത്തായി പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായി സ്ഥാനമലങ്കരിച്ച ഇദ്ദേഹം ആന്ധ്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറുമായി സേവനമനുഷ്ഠിച്ച രാഷ്ട്രീയത്തിലെ കുലപതി എന്നാണ് അറിയപ്പെടുന്നത്. വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം തിരുവിതാംകൂർ രാജവംശത്തിന് സമ്മാനമായി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ VGT ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. 2019 പിണറായി സർക്കാർ ഇതിനെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അയ്യങ്കാളി ഹാൾ. Right side സാഫല്യം കോംപ്ലക്സ്, the first mall in Trivandrum. വലതുവശത്തായിട്ട് സാഫല്യം കോംപ്ലക്സ് ആണ് തിരുവനന്തപുരത്തെ ആദ്യത്തെ മാൾ എന്നറിയപ്പെടുന്നു. ഇടതുവശത്തായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിനായക ക്ഷേത്രം. അതിന് തൊട്ടടുത്തായി ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന അറബിക് പദത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പാളയം ജുമാ മസ്ജിദാണ്. ഇതിന് തൊട്ട് പിറകിലായി ഒരു ക്രിസ്തീയ ദേവാലയം കൂടിയുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ കോമ്പൗണ്ടിൽ 3 മതസ്ഥരുടെ ആരാധനകൾ ഒരുമിക്കുന്ന ഏക സ്ഥലമാണ് പാളയം. അതുകൊണ്ട് തന്നെ പാളയത്തെ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട പാളയം എന്നാണ് അറിയപ്പെടുന്നത്. റൈറ്റ് സൈഡ് പാളയം ചർച്ച്, വലതുവശത്തായി പാളയം ചർച്ചാണ്. ഇതിന്റെ ആകാശ കാഴ്ചയും കുരിശിന്റെ ആകൃതിയാണുള്ളത്. ലെഫ്റ്റ് സൈഡ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ഇടതുവശത്തായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ് കടന്നു പോകുന്നത്. പോലീസ് സേനയിലെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ മീറ്റിംഗ് നടക്കുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയമാണ്.
അങ്ങനെയാണ് ഇതിന് പാളയം എന്ന പേര് വന്നത്. ലെഫ്റ്റ് സൈഡ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇടതുവശത്തായിട്ട് കേരള നിയമസഭാ മന്ദിരമാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ MLA മാരൊക്കെ ബജറ്റ് സമ്മേളനം കൂടുന്ന നിയമസഭാ മന്ദിരം 1992 മെയ് 22 ആരംഭിച്ചത്. ആദ്യ സമ്മേളനം നടക്കുന്ന അതേ വർഷം മെയ് 30 അതിനു മുന്നേ സെക്രട്ടേറിയറ്റിലായിരുന്നു നിയമസഭ കൂടിയിരുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം നോൺ ആസ് GV രാജ സ്റ്റേഡിയം, വലതുവശത്തായിട്ട് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് GV രാജ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് സ്റ്റാച്യു ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഫ്രീഡം ഫൈറ്റർ, വലതുവശത്തായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് കടന്നുപോയത്. KTDCയുടെ ആദ്യകാല ഹോട്ടലാണ് മസ്കറ്റ് ഹോട്ടൽ, ഇടതുവശത്തായി കടന്നു പോകുന്നു. നിർദ്ദേശമനുസരിച്ച് യാത്ര ക്രമീകരിക്കുന്നതാണ്. തൊട്ടുമുന്നിൽ പോലീസിന്റെ ഡൈവേർഷൻ ഉണ്ടെങ്കിൽ പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും യാത്ര ക്രമീകരിക്കുക. Left side CSI church, mostly made by rock. ഇടതുവശത്തായിട്ട് 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോട് നിർമ്മിച്ച CSI ചർച്ചാണ്. തികച്ചും പാറകളോട് നിർമ്മിച്ച നിർമ്മാണ രീതിയിൽ ഏറെ വ്യത്യസ്തമായ ഒന്നാണ്. റൈറ്റ് സൈഡ് കോർപ്പറേഷൻ ഓഫീസ് ഓഫ് ട്രിവാൻഡ്രം മേയർ, വലതുവശത്തായിട്ട് നഗരസഭാ കാര്യാലയം തിരുവനന്തപുരം മേയറുടെ ഓഫീസാണ് വലതുവശത്തായി കാണുന്നത്. തിരുവനന്തപുരത്തിന്റെ മ്യൂസിയമാണ് കടന്നു വരുന്നത്. തിരുവനന്തപുരത്തിന്റെ മ്യൂസിയത്തെ നേപ്പിയർ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. 1857 തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നത്. മദ്രാസ് ഗവർണറായിരുന്ന ഫ്രാൻസിസ് നാപ്പിയറിന്റെ ഓർമ്മയ്ക്കായിട്ട് തിരുവിതാംകൂർ രാജവംശം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം വിളിച്ച പേരാണ് നേപ്പിയർ മ്യൂസിയം. ദ സെന്റർ ഓഫ് ഗവൺമെന്റ് ഓഫീസേഴ്സ്, വലതുവശത്തായിട്ട് പബ്ലിക് ഓഫീസാണ് കടന്നുപോയത്. ഗവൺമെന്റ് ഓഫീസുകളുടെ എല്ലാം കേന്ദ്രം എന്നറിയപ്പെടുന്ന പബ്ലിക് ഓഫീസ്. ലെഫ്റ്റ് സൈഡ് ട്രിവാൻഡ്രം സൂ, സ്റ്റാർട്ടഡ് 1859, the biggest zoo in Kerala, located at 55 hectares. ഇടതുവശത്തായിട്ട് തിരുവനന്തപുരത്തിന് മൃഗശാലയാണ് കടന്നു വരുന്നത്. 1859 തിരുവനന്തപുരത്തിന് മൃഗശാല ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ്. 55 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ 1000-ൽ പരം പക്ഷിമൃഗാദികൾ വസിക്കുന്ന തിരുവനന്തപുരത്തിന് മൃഗശാല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം മൃഗശാല എന്നൊരു ബഹുമതി കൂടി നേടിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് ശ്രീനാരായണ ഗുരു പാർക്ക്, വലതുവശത്തായിട്ട് ശ്രീനാരായണ ഗുരു പാർക്കാണ് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് ക്യാപ്റ്റൻ ലക്ഷ്മി ഭായ് പാർക്ക്, റൈറ്റ് സൈഡ് ചിൽഡ്രൻസ് പാർക്ക്, വലതുവശത്തായിട്ട് ക്യാപ്റ്റൻ ലക്ഷ്മി ഭായ് പാർക്കാണ് കാണാൻ കഴിയുന്നത്, കുട്ടികളുടെ പാർക്കാണ്. ലെഫ്റ്റ് സൈഡ് കനകക്കുന്ന് പാലസ്, ഇടതുവശത്തായി കനകക്കുന്ന് കൊട്ടാരമാണ്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ എത്തിയിരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാര സദൃശ്യമായി നിർമ്മിച്ച ഒന്നാണ് കനകക്കുന്ന് കൊട്ടാരം. ലെഫ്റ്റ് സൈഡ് ഇന്ത്യൻ നേവി സീഹോ ഫൈറ്റർ പ്ലെയിൻ, ഇടതുവശത്തായിട്ട് ഇന്ത്യൻ നേവിയുടെ സീഹോക്കാണ് കടന്നുപോയത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അവിസ്മരണീയമായി പങ്കുവച്ച ഇന്ത്യൻ നേവിയുടെ ഫൈറ്റർ ഫ്ലൈറ്റാണ് സീഹോ. റൈറ്റ് സൈഡ് ട്രിവാൻഡ്രം മാനവീയം റോഡ്, വലതുവശത്തായിട്ട് തിരുവനന്തപുരത്തിന് മാനവീയം വീഥിയാണ് കടന്നു വരുന്നത്. നൈറ്റ് ലൈഫ് ഒക്കെ ഇറങ്ങുന്ന രാത്രികാലങ്ങളിൽ പാട്ടും ഡാൻസുമായി രാത്രിക്ക് ഏറെ ഭംഗിയേറുന്ന തിരുവനന്തപുരത്തിന്റെ മാനവീയം വീഥി. വലതുവശത്തായി വയലാർ രാമവർമ്മയുടെ പ്രതിമയാണ് കടന്നുപോയത്. ചലച്ചിത്ര രംഗത്ത് ഏറെ ഗാനങ്ങൾ രചിച്ച് സമ്മാനിച്ച വയലാർ രാമവർമ്മ. വലതുവശത്തായിട്ട് കെൽട്രോണിന്റെ സ്ഥാപനമാണ് കാണാൻ കഴിയുന്നത്. കെൽട്രോൺ കളർ TV നമുക്ക് ആദ്യമായി സമ്മാനിച്ചത് കെൽട്രോൺ ആണ്. സാറേ USB ഓൺ ചെയ്തേ. എല്ലാവർക്കും ടാസ്ക് തരട്ടെ, ടാസ്ക് തരട്ടോ. എല്ലാവർക്കും സൈലന്റ് ആയിട്ടിരിക്കുക ആയിക്കോല്ലോ. ഈ ബിൽഡിംഗ് ഒരു പ്രത്യേകതയുണ്ട്, ആർക്കെങ്കിലും പറയാമോ ആൻസർ?
വീണ്ടും കമന്റുകൾ പോകട്ടെ. ചുമരില്ല അതിന് ഗ്ലാസ് അല്ല, ബോക്സ് ടൈപ്പ് ബിൽഡിംഗ് കേട്ടെ. സിക്സാക് ഓക്കെ, മോഡൽ കറക്റ്റ് ആയി. പറഞ്ഞില്ല. Our governor's residence on your right side. വലതുവശത്ത് കേരള രാജ്ഭവൻ ആണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. തൊട്ടടുത്തായി വലതുവശത്തായിട്ട് മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവാണ് കാണാൻ കഴിയുന്നത്. മിനിസ്റ്റേഴ്സ് ബംഗ്ലാവ് വലതുവശത്തായിട്ട്. നിങ്ങളുടെ വലതുവശം നോക്കുക, ഞാൻ എങ്ങനെ നിന്നാലും നിങ്ങളുടെ സൈഡായിരിക്കും പറയുക. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തിന്റെ രാജവീതിയിലൂടെയാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജകുടുംബാംഗങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി ഉപയോഗിക്കുന്ന റോഡാണ്. കവടിയാർ മുതൽ മ്യൂസിയം ഭാഗം വരെയാണ് രാജവീതി എന്നറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയായിരുന്നു രാജവീതി. നിലവില് മ്യൂസിയം വരെ രാജവീതിയും അതിനുശേഷം മ്യൂസിയം തൊട്ട് കിഴക്കേക്കോട്ട വരെ മഹാത്മാഗാന്ധി റോഡ് എന്നാണ് MG റോഡ്. ഇടതുവശത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫീസസ് ക്വാർട്ടേഴ്സ് ആണ് കാണാൻ കഴിയുന്നത്. ടെന്നീസ് ക്ലബ് ആണ് കാണാൻ കഴിയുന്നത്. തിരുവിതാംകൂർ രാജവംശം സ്പോർട്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത രാജവംശമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്. ഇതിന്റെ പുറകുവശമെല്ലാം ഗോൾഫിന്റെ ഏരിയകളാണ്. ഇതിന്റെ പുറകുവശമെല്ലാം. ട്രിവാൻഡ്രം ജില്ലക്കാർ ട്രിവാൻഡ്രം അത് കൈയാണോ? 9 ഇവിടെ ഉണ്ട് 10 പകുതി കൊല്ലമാണോ? ബോർഡറിലാണോ? അങ്ങോട്ട് പൊക്കി. ഓക്കെ, right side Swami Vivekananda Park on your right side. It's a silent park. It's known as Kavadiyar Park also. വലതു സൈഡ് സ്വാമി വിവേകാനന്ദ പാർക്കാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള പാർക്കാണ് സ്വാമി വിവേകാനന്ദ പാർക്ക്. ഇതിനെ കവടിയാർ പാർക്ക് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. अभी हम लोग कवडियार पे त्रिवेंद्रम का बहुत सुंदर प्लेस है कवडियार, इसलिए तो कवडियार पैलेस आप बनाने के लिए उन लोगों को दिल हो गया था. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കവടിയാറാണ്. തിരുവനന്തപുരത്തിന്റെ മനോഹാരിത ഏറെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമെന്നാണ് കവടിയാറിന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവടിയാർ കൊട്ടാരം ഇവിടെ നിർമ്മിക്കാനായിട്ട് അവർക്ക് പ്രേരണയേകിയതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. റൈറ്റ് സൈഡ് കവടിയാർ പാലസ്. ട്രാവൻകൂർ റോയൽ ഫാമിലി यहाँ रहते हैं. വലതുവശത്തെ കവടിയാർ കൊട്ടാരത്തിന്റെ പ്രവേശന കവാടമാണ് കാണാൻ കഴിയുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജമുദ്രയായ ശംഖുമുദ്ര പതിപ്പിച്ച നിലവിലെ രാജകുടുംബാംഗങ്ങൾ വസിക്കുന്ന 44 ഏക്കറിൽ 3 നിലകളിലായി 110 മുറികളുള്ള തടിയിൽ തീർത്ത ഏറ്റവും വലിയ കെട്ടിടമാണ് കവടിയാർ കൊട്ടാരം. അത് കിട്ടിയ ഞാൻ ആലോചിക്കാറ് ആ വഴികളിലെല്ലാം പോയി അല്ലെ. ഇവിടുന്ന് 500 മീറ്റർ അകലെയാണ് കൊട്ടാരം. എന്തെങ്കിലും കിട്ടിയോ? അമ്പാനെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. 44 ഏക്കർ കയ്യടി കൊടുക്ക്. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, ജനകി 3 ഫ്ലോർ. ഓക്കെ, തടിയുണ്ട് തീർത്ത വളരെ ഇപ്പൊ അവിടെ തന്നെയാണ് താമസം. ഓക്കെ, വെരി ഗുഡ്. തൊട്ടുമുള്ള ബിൽഡിംഗ് ആണ്. പേടിയുണ്ടോ ആർക്കെങ്കിലും ആൻസർ പറയാൻ? ആരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട്. നാഗത്തിനാണോ ആ ബിൽഡിങ്ങോ? അല്ലല്ല, ഷെയ്പ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഷെയ്പ്പ് ഒക്കെ മിടുക്കിക്കൊണ്ട് പറഞ്ഞു. 6 ആങ്ക് ഓർഡറാണ് അതിന്റെ നിർമ്മാണം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. മണമാണ്. നമ്മള് ചില സ്പ്രേകളൊക്കെ അടിക്കില്ലേ, അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ സ്റ്റക്കായിരിക്കില്ലേ, അതേ കണക്ക് സ്റ്റക്ക്. ओके, अभी दूसरा एक क्वेश्चन में जा रहा है मैंने. ओके, हमको मुझे देखे अभी बताना है केरला आदमी लोग कैसा है.
केरला के लोग बहुत अच्छे വലതുവശത്തായി ശ്രീമൂലവിലാസ സ്കൂൾ, റൈറ്റ് സൈഡ് ശ്രീമൂലവിലാസ സ്കൂൾ started at 1836 1836 ഇംഗ്ലീഷ് പഠനത്തിനായി തിരുവിതാംകൂർ രാജവംശം ആരംഭിച്ച സ്കൂളാണ് ശ്രീമൂലവിലാസ സ്കൂൾ. started at 1889 ഇടതുവശത്തായി തിരുവിതാംകൂർ രാജവംശം ആയുർവേദ പഠനത്തിനായി ആരംഭിച്ച കോളേജാണ്. 1889 ഇത് ആരംഭിച്ചത്. കാണും. നിങ്ങളെ ഞാനും കൂടെയുള്ള ഫോട്ടോ ഇട്ടു. ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തേക്ക് പോയി. Your best chance. Just the 2 minutes. Okay, come on, let's dance. Come on. ചുണ്ടിൽ നീർ പകർന്ന മധുരവും പിന്നെ നിങ്ങൾ തൻ മര്യാദയും നന്ദി ഒരുപാട് നന്ദി.